3, 9, 27 എക്സെട്ര 6561 എന്ന സമഗുണിത ശ്രേണിയിൽ, അതായത് ജിയോമെട്രിക് പ്രോഗ്രഷനിൽ എത്ര പദങ്ങളുണ്ട്? നമുക്കൊരു സമഗുണിത ശ്രേണി തന്നിട്ടുണ്ട്. അതായത് ഒരു നിശ്ചിത സംഖ്യ കൊണ്ട് ഗുണിച്ച് പോവുക. 3, 9, 3, 27 3 കൊണ്ട് ഗുണിച്ച് പോവുകയാണ്. ഇതാണ് ജിയോമെട്രിക് പ്രോഗ്രഷൻ. നമ്മളെന്താ ഇതിൽ എത്ര പദങ്ങളുണ്ട്? ഈ 6561 വരെ ഇങ്ങനെ എത്ര പദങ്ങളുണ്ടെന്ന് കാണണം. അതിനായി നമ്മൾ n-ാം പദം കാണുന്നൊരു സൂത്രവാക്കി എഴുതുക. nth ടേം കാണാൻ Tn സമം a × r⁻m n-1. ഇതിൽ Tn എന്ന് പറഞ്ഞാൽ നമുക്ക് അവസാന പദം എന്നെടുക്കാം, അല്ലെങ്കിൽ n-ാം പദം എന്നും പറയാം. a ആദ്യ പദം, r പൊതുഗുണകം എന്ന് പറഞ്ഞ പദങ്ങളുടെ എണ്ണം. നമുക്ക് ഈ സൂത്രവാക്യത്തിൽ എടുക്കാം. Tn എന്ന് പറഞ്ഞാൽ അവസാന പദം നമുക്കറിയാം, 6561 സമം സൂത്രവാക്യത്തിൽ പിന്നെ a ആദ്യ പദം എത്ര? 3 ഇൻറ്റു r എന്ന് പറഞ്ഞാൽ പൊതുഗുണകം, അതായത് ഏത് സംഖ്യ കൊണ്ടാണ് ഗുണിച്ച് ഗുണച്ചാൽ അത്. ഇപ്പം 3, 9, 3, 27 3 കൊണ്ട് ഗുണിച്ച് പോവുകയാണ്. അപ്പോൾ ഈ r എന്ന് പറയണത് 3 ഘാതം സൂത്രവാക്യത്തിൽ n-1. ഈ സമവാക്യത്തിൽ നമുക്ക് ഈ ഇൻറ്റു 3-നെ മറുഭാഗത്തേക്ക് കൊണ്ടുപോവുക. ഇൻറ്റു 3-നെ മറുഭാഗത്തേക്ക്. അപ്പോൾ ഒരു ഭാഗത്ത് പിന്നെ 3 ഘാതം n-1 സമം മറുഭാഗത്ത് 6561 ഇൻറ്റു 3 അങ്ങോട്ട് പോകുമ്പോൾ ബൈ 3. 3 ഘാതം n-1 സമം ഇത് ഹരിക്കുമ്പോൾ 23 5 1 3 3 ശിഷ്ടം 2 26 8 24 ശിഷ്ടം 2 21 7 21. അപ്പോൾ 3 ഘാതം n-1 സമം 2187. 3 ഘാതം n-1 സമം നമുക്ക് ഈ 2187-നെ 3-ൻ്റെ കൃതിയായിട്ട് എഴുതാം. അതായത് 3 7 തവണ ഗുണിച്ചാൽ 3 ഇൻറ്റു 3 ഇൻറ്റു അങ്ങനെ 7 തവണ ഗുണിച്ചാൽ 2187 കിട്ടും. അത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി ഇങ്ങനെ ചെയ്താൽ മതി. 2187-നെ നമ്മൾ 3 കൊണ്ട് ഹരിച്ച് പോവുക 1 എത്തണ വരെ. അപ്പോൾ 2187-നെ 3 കൊണ്ട് ഹരിച്ച് പോകുമ്പോൾ 1 എത്തണ വരെ ഹരിക്കുമ്പോൾ നോക്കൂ, ഇവിടെ 1 2 3 4 5 6 7 തവണ ഉണ്ട് 3. അപ്പോൾ നമുക്ക് ഈ 2187 വരെ എന്തെഴുതാം? 3 ഘാതം 7. ഇപ്പോൾ ഈ സമവാക്യം നോക്കൂ. ഈ സമവാക്യത്തിൽ ഇടതുവശത്തും വലതുവശത്തും പാദസംഖ്യകൾ തുല്യം, ബേസ് ഈക്വലാണ്. ബേസ് ഈക്വൽ ആണെങ്കിൽ എക്സ്പോണൻസ് ഈക്വൽ ആവണം. പാദസംഖ്യകൾ തുല്യം എങ്കിൽ കൃതികൾ തുല്യം. അപ്പോൾ നമുക്ക് എന്തെഴുതാം? n-1 സമം 7 എഴുതാം. n-1 7 ആണെങ്കിൽ n കാണാൻ -1 അങ്ങോട്ട് എടുക്കുമ്പോൾ 7 + 1 8. അതായത് ഈ സമാന്തര ശ്രേണിയിൽ എത്ര പദങ്ങളുണ്ട്? 8 പദങ്ങളുണ്ട്. സമാന്തര ശ്രേണിയുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക 4n² + 3n ആയാൽ പൊതുവ്യത്യാസം കാണുക. നമുക്കൊരു സമാന്തര ശ്രേണി അരിത്മെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. അതിൻ്റെ ആദ്യത്തെ n പദങ്ങളുടെ തുകയാണ് സം ഓഫ് ഫസ്റ്റ് n ടേംസ് 4n² + 3n. നമുക്ക് കോമൺ ഡിഫറൻസ് കാണണം. അപ്പോൾ ഈ കണക്ക് ആദ്യം നമുക്ക് ശരിയായ രീതിയിൽ കാണാം. നമുക്ക് തന്നത് ആദ്യത്തെ n പദങ്ങളുടെ തുക, അതായത് Sn സം ഓഫ് ഫസ്റ്റ് n ടേംസ് എത്രയാണ്? 4n² + 3n. ഇത് എസ് എന്ന് പറഞ്ഞാൽ സം അഥവാ തുക, ടി എന്ന് പറയുന്നത് ടേം അഥവാ പദം. നമുക്കിതിൽ വില കൊടുക്കുക S1. അതായത് Sn പറഞ്ഞാൽ എന്താ? n പദങ്ങളുടെ ആദ്യത്തെ n പദങ്ങളുടെ തുക. അപ്പോൾ S1 എന്ന് പറഞ്ഞാലോ ഒരു പദത്തിൻ്റെ തുക. ഒരു പദത്തിൻ്റെ തുക പറഞ്ഞ എന്താ അർത്ഥം? ആദ്യത്തെ പദമാണത്. ഒരു പദത്തിൻ്റെ തുക കാണാൻ പറ്റില്ല നമുക്ക്. അപ്പോൾ S1 എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? T1 ആണ്. അപ്പോൾ ഇതിൽ n-ന് 1 വില കൊടുക്കുക. 4 × 1² + 3 × 1 1² 1 1 4 4 പ്ലസ് 1 3 3 4 3 കൂട്ടി 7. നമുക്ക് 1-ാം പദം കിട്ടി. നമ്മൾ എന്ത് ചെയ്തു? n-ന് 1 വരെ കൊടുത്തു. അടുത്തായിട്ട് n-ന് 2 S2 കാണാൻ പോവുക. നമ്മൾ S2 പറഞ്ഞതാ ആദ്യത്തെ 2 പദങ്ങളുടെ തുക, അതായത് T1 + T2. നമുക്കിവിടെ n-ന് 2 വില കൊടുക്കുക. അപ്പോൾ എന്ത് വരും? 4 × 2² + 3 × 2. 2² 4 4 16 പ്ലസ് 3 2 6 16 6 22. നമുക്ക് ആദ്യം T1 മാത്രം കിട്ടി. ഇപ്പോൾ T1ഉം T2ഉം കൂടി കൂട്ടിയത് കിട്ടി. അതിൻ്റെ അർത്ഥം 22-ന് 7 കുറച്ചാൽ നമുക്ക് എന്താ കിട്ടുക? T2 കിട്ടും. കാരണം ഇത് T1 ആണ്. ഈ കിട്ടിയത് T1ഉം T2ഉം കൂടി കൂട്ടിയ തുകയാണ്. അപ്പോൾ T2 കാണാൻ 22-ന് 7 കുറച്ചാൽ മതി. T2 കാണാൻ S2-ന്ന് S1 കുറയ്ക്കുക, 22-ന് 7 കുറച്ച് 15. ഇപ്പം നമുക്ക് T1 അറിയാം 7, T2 അറിയാം 15. നമ്മുടെ ചോദ്യം എന്താ? പൊതുവ്യത്യാസം കാണാൻ നമ്മൾ എന്ത് ചെയ്യണം? പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് കാണാൻ T2 - T1 രണ്ടാം പദം ആദ്യ പദം കുറയ്ക്കണം. അപ്പോൾ 15-ന്ന് 7 കുറച്ച 8. ഇതാണ് ഈ കണക്ക് ചെയ്യാനുള്ള ശരിയായ രീതി. നമുക്ക് ഇങ്ങനൊരു കണക്ക് വന്നാൽ എളുപ്പത്തിൽ കണക്ക് ചെയ്യാം. അതായത് നമ്മൾ എളുപ്പ വഴി ഈസി മെത്തേഡ്
എൻ സ്ക്വയറിൻ്റെ ഗുണോത്തരത്തിൻ്റെ ഇരട്ടി എടുത്താൽ മതി. എൻ സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റെ ഇരട്ടി. ഇവിടെ എൻ സ്ക്വയറിൻ്റെ ഗുണോത്തരം എത്രയും 4. എൻ സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻ്റ് 4ആണ്. അതിൻ്റെ ഇരട്ടി എടുക്കുക. അപ്പോൾ എന്ത് വരും? 4 ഇരട്ടി 8. നമുക്ക് എന്താ ഇപ്പോൾ കിട്ടിയത്? 8ആണ്. അപ്പോൾ ഇതാണ് എളുപ്പ വഴി. ഇതാണ് 8, 4, 2 എറ്റ്സെട്ര എന്ന സമഗുണിത ശ്രേണിയുടെ, അതായത് ജിയോമെട്രിക് പ്രോഗ്രഷൻ്റെ 9ാം പദം കാണുക. നമുക്കൊരു സമഗുണിത ശ്രേണി തന്നിട്ടുണ്ട്. സമഗുണിത ശ്രേണി എന്ന് പറഞ്ഞാൽ ഒരു സംഖ്യ കൊണ്ട് നിശ്ചിത സംഖ്യ കൊണ്ട് ഗുണിച്ച് പോണത്. ഈ സമഗുണിത ശ്രേണിയുടെ നമുക്ക് എന്ത് കാണണം? 9th ടേം കാണണം. സമഗുണിത ശ്രേണിയുടെ n-ാം പദം കാണുന്നുള്ള സൂത്രവാക്യം. സമഗുണിത ശ്രേണിയുടെ n-ാം പദം കാണുന്നുള്ള സൂത്രവാക്യമാണിത്. Tn = a × ആർഘാതം n-1. ടി എന്ന് പറയുന്നത് നമ്മൾ അവസാന പദം അല്ലെങ്കിൽ n-ാം പദം എന്നെടുക്കാം. Tn nth ടേം അവസാന പദം അല്ലെങ്കിൽ n-ാം പദം. എ എന്ന് പറയുന്നത് ഫസ്റ്റ് ടേം ആദ്യ പദം. ആർ എന്ന് പറയുന്നത് കോമൺ റേഷ്യോ പൊതുഗുണകം. നമുക്ക് ആദ്യം പൊതുഗുണകം കാണാം, കോമൺ റേഷ്യോ കാണാൻ T2/T1, അതായത് 2ാം പദത്തിനെ ആദ്യ പദം കൊണ്ട് ഹരിക്കണം. ഇവിടെ 2ാം പദം 4 ആദ്യ പദം 8. അപ്പോൾ 4/8 4 കൊണ്ട് പഠിച്ചെടുക്കുമ്പോൾ 1/2 നമുക്ക് എന്ത് കിട്ടി? 6 കിട്ടി. പൊതുഗുണകം കോമൺ റേഷ്യോ കിട്ടി. ഇതിൽ n എന്ന് പറയുന്നത് പദങ്ങളുടെ എണ്ണാണ്. നമുക്ക് ഈ സൂത്രവാക്യത്തിൽ വരെ കൊടുക്കാം. നമുക്ക് എന്താ കണ്ട? 9ാം പദം. അപ്പോൾ ടി എന്ന് പറഞ്ഞാൽ n-ാം പദം. അപ്പോൾ 9ാം പദം T9 സമം സൂത്രവാക്യത്തിൽ ആദ്യം a ആണ്. അത് എത്രയാണ്? ആദ്യ പദം 8 ഇൻറ്റു സൂത്രവാക്യത്തിൽ പിന്നെ 6 പൊതുഗുണകം. അത് നമ്മൾ കണ്ടുപിടിച്ചു. 1/2 ഹോൾ ഘാതം സൂത്രവാക്യത്തിൽ n-1. n പറഞ്ഞ പദങ്ങളുടെ എണ്ണം ഇവിടെ പറയേണ്ടത് 9ാം പദം. അപ്പോൾ 9 ആണ്. അപ്പോൾ ഇവിടെ n-1 വരും 9 - 1. 8 ഇൻറ്റു 1/2 ഘാതം 9 1 കുറച്ച് 8. ഈ 8 എന്ന് പറയുന്നത് 2³ ഇൻറ്റു 1/2 ഹോൾ ഘാതം 8 എന്ന് പറഞ്ഞാൽ 1/8/2 ഘാതം 8 എന്ന് എഴുതാം. 1/8 1 തന്നെയാണ്. 1ൻ്റെ കൃതി എന്ത് വന്നാലും 1 എത്ര തവണ കുടിച്ചാലും 1 ആണല്ലോ. അപ്പോൾ 2³ 1 കൊണ്ട് കുടിക്കുമ്പോൾ 2³ അംശം എഴുതി 2³ ഛേദം 2 ഘാതം 8. ഈ 2³ എന്ന് പറഞ്ഞാൽ എന്താ? 2 ഇൻറ്റു 2 ഇൻറ്റു 2. 2 3 തവണ ഗുണിക്കുന്നു. താഴെയോ 2 8 തവണ ഗുണിക്കുന്നു. അപ്പോൾ മുകളിൽ 2 3 തവണ ഗുണിച്ചെഴുതുന്നു, താഴെ 2 8 തവണ ഗുണിച്ചെഴുതുന്നു. അപ്പോൾ നമുക്കൊരു 3 2 വീതം അംശത്തിലും ഛേദത്തിലും വെട്ടിക്കളയാം. അപ്പം ഈ മുകളിൽ 2 ഇല്ല, 2 3 2 വെട്ടിക്കളഞ്ഞു. അടിയിലോ 3 2 വെട്ടിക്കളഞ്ഞാൽ അടിയിൽ 2 5 പ്രാവശ്യമുണ്ട്, 2 ഘാതം 5. അപ്പോൾ എന്ത് വന്നു? 1/2 ഘാതം 5. 1/2 ഘാതം 5 പറഞ്ഞാൽ എന്താ? 2 5 തവണ ഗുണിക്കുക. 2 ഇൻറ്റു 2 ഇൻറ്റു അങ്ങനെ ഗുണിക്കുമ്പോൾ ഉത്തരം 32 വരും. അതായത് ഉത്തരം 1/32 എന്ത്? 9ാം പദം. 434 ഹരിക്കണം 14 = 31 ആയാൽ 0.000434 ഹരിക്കണം 0.14ൻ്റെ വില കാണുക. നമുക്ക് 434/14 = 31 തന്നിട്ടുണ്ട്. അതവിടെ ഇരിക്കട്ടെ. കാണേണ്ടത് എഴുതുക. 0.000434/0.14 വില കാണണം. നമുക്ക് ഈ അംശത്തെ 434/10 ലക്ഷം എന്നെഴുതാം. കാരണം 434നെ 10 ലക്ഷം കൊണ്ട് ഹരിക്കുമ്പോൾ എന്താ ചെയ്യുക? 10 ലക്ഷത്തിൽ 6 പൂജ്യമാണ്. ഹരിക്കുമ്പോൾ 6 സ്ഥാനം ഇടത്തോട്ട് നീക്കി ദശാംശം ഇടണം. ഇവിടെ 6 പൂജ്യമാണ്. 434നെ 10 ലക്ഷം കൊണ്ട് ഹരിക്കുമ്പോൾ 6 സ്ഥാനം ഇടത്തോട്ട് നീക്കി ദശാംശം ഇടുമ്പോൾ നമുക്കിത് കിട്ടും. 0.000434 കിട്ടും. അപ്പോൾ നമുക്ക് ഇതിന് എന്തെഴുതാം? 434/10 ലക്ഷം. അതുപോലെ ഛേദത്തെ 14/100 എന്ന് എഴുതാം. കാരണം 100 കൊണ്ട് ഹരിക്കുമ്പോൾ 100ൽ 2 പൂജ്യം. നമ്മൾ എന്ത് ചെയ്യണം? 2 സ്ഥാനം ഇടത്തോട്ട് നീക്കി ദശാംശം ഇടണം. അപ്പോൾ 0.14 കിട്ടും. അപ്പോൾ ഈ 0.14 നമുക്ക് എന്തെഴുതാം? 14/100. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അംശം അതുപോലിട്ട് ഛേദത്തിൻ്റെ റെസിപ്രോക്കൽ കൊണ്ട് ഗുണിക്കണം. അംശം അതുപോലെ ഇട്ടിട്ട് ഛേദത്തിൻ്റെ ഉൾക്രമം കൊണ്ട് ഗുണിക്കണം. അപ്പോൾ 434/10 ലക്ഷം ഇൻറ്റു ഇതിൽ തിരിച്ചിട്ടു 100/14. ഈ 434/14 434 അടിയിൽ 14 എഴുതി. 434/14 ഇൻറ്റു ഇവിടെ നമുക്ക് വെട്ടിച്ചുരുക്കുമ്പോൾ ഈ 100ഉം ഇതിലത്തെ 2 പൂജ്യവും വെട്ടിക്കളയാം. 100ഉം ഇതിലത്തെ 2 പൂജ്യവും. അപ്പോൾ അടിയിൽ ബാക്കി 10,000 എന്ന് വരും. അപ്പോൾ ഇത് ഛേദമാണ് 10,000. അപ്പോൾ നമ്മൾ എന്ത് എഴുതുന്നു? 1/10,000. ഇനി 434/14 വില നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? 31. അപ്പോൾ ഇതിന് പകരം നമുക്ക് ഈ 434/14 വരെ 31 തന്നിട്ട് ഇൻറ്റു 1/10,000.
ഇത് ഗുണിക്കുമ്പോൾ 31 × 1 അംശങ്ങൾ ഗുണിക്കുന്നു 31 ബൈ ഛേദം 10,000. 31നെ 10,000 കൊണ്ട് ഹരിക്കണം. 31നെ 10,000 കൊണ്ട് ഹരിക്കുമ്പോൾ എന്ത് ചെയ്യണം? 4 സ്ഥാനം ഇടത്തോട്ട് നീക്കി ദശാംശം ഇടണം. 10,000-ൽ 4 പൂജ്യമാണ്. അപ്പോൾ 4 സ്ഥാനം ഇടത്തോട്ട് നീക്കി ദശാംശം ഇടുമ്പോൾ ഉത്തരം എന്ത് കിട്ടും? 0.0031. √3 മൈനസ് √2 ബൈ √3 പ്ലസ് √2 കൂട്ടണം √3 പ്ലസ് √2 ബൈ √3 മൈനസ് √2. നമുക്കിവിടെ ആദ്യത്തേൻ്റെ മാത്രം ഉത്തരം ആദ്യം കണ്ടുപിടിക്കുക. ആദ്യത്തേൻ്റെ മാത്രം, അതായത് √3 മൈനസ് √2 ബൈ √3 പ്ലസ് √2. ഇത് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. നമ്മൾ ഇതിലത്തെ 2 സംഖ്യകളുണ്ടല്ലോ, ഈ 2 സംഖ്യകൾ റൂട്ട് ചിഹ്നം ഇല്ലാതെ കൂട്ടി പകുതി എടുക്കുക. ഈ 2 സംഖ്യകൾ റൂട്ട് ചിഹ്നം ഇല്ലാതെ കൂട്ടി പകുതി എടുക്കുക. അപ്പോൾ 3ഉം 2ഉം 5/2 2.5. അടുത്തായിട്ട് ഈ 2 സംഖ്യകളും റൂട്ട് ചിഹ്നത്തോടെ ഗുണിച്ചെഴുതുക. ഈ 2 സംഖ്യകളും റൂട്ട് ചിഹ്നത്തോടെ ഗുണിച്ചെഴുതുക. √3 × √2 √6. അടുത്തായിട്ട് ഈ 2 സംഖ്യകളും കൂടി റൂട്ട് ചിഹ്നം ഇല്ലാതെ കുറച്ച് പകുതി എടുക്കുക. ഈ 2 സംഖ്യകൾ റൂട്ട് ചിഹ്നം ഇല്ലാതെ കുറച്ച് പകുതി എടുക്കുക. അപ്പോൾ 3 - 2/2 1/2 0.5. അപ്പോൾ ആദ്യം ഈ 2 സംഖ്യകൾ റൂട്ട് ചിഹ്നം ഇല്ലാതെ കൂട്ടി പകുതി എടുക്കുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഈ 2 സംഖ്യകളും റൂട്ട് ചിഹ്നം ഇല്ലാതെ കുറച്ചിട്ട് പകുതി എടുക്കുന്നു. ഇടയിൽ ഈ 2 സംഖ്യകളും റൂട്ട് ചിഹ്നത്തോടെ ഗുണിച്ചെഴുതുന്നു. ഇനി ഇതിൻ്റെ ഉത്തരം കാണാൻ നമ്മൾ ഒന്നാമത്തെ ഉത്തരത്തിന് രണ്ടാമത്തെ ഉത്തരം കുറച്ചിട്ട് മൂന്നാമത്തെ ഉത്തരം കൊണ്ട് ഹരിക്കണം. ഈ മൈനസ് ചിഹ്നം വരാൻ കാരണം ഇവിടെ അംശത്തിൽ മൈനസ് ചിഹ്നമാണ്. ഇത് പ്ലസ് വരുമ്പോൾ നമ്മളിവിടെ പ്ലസ് ആക്കണം. അപ്പോൾ ഇതിൽ വില കൊടുക്കുമ്പോൾ എന്താ? ഒന്നാമത്തെ ഉത്തരം എന്താ? 2.5 കുറയ്ക്കണം. രണ്ടാമത്തെ ഉത്തരം √6 ബൈ മൂന്നാമത്തെ ഉത്തരം 0.5. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. നമ്മളിതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ചു. ഇതിൻ്റെ ഉത്തരം വേറെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല, ഇത് തന്നെയാണിത്. പിന്നെ ഈ പറഞ്ഞ പോലെ എന്താ വ്യത്യാസം? ഇവിടെ മൈനസ് ചിഹ്നത്തിന് പകരം പ്ലസ് ചിഹ്നമാണ്. അപ്പോൾ നമുക്ക് ഈ 1 - 2/3 എന്നുള്ളതിൽ എന്ത് വരും? 1 + 2/3 എന്ന് വരും. വില കൊടുക്കുക. 2.5 കൂട്ടണം √6 ബൈ മൂന്നാമത്തെ ഉത്തരം 0.5. ഇപ്പം നമ്മൾ 2ൻ്റെ ഉത്തരം കണ്ടു. ഇനി എന്ത് ചെയ്യണം? ഈ 2ഉം കൂടി കൂട്ടണം. അപ്പോൾ ഇതെഴുതി 2.5 - √6 ബൈ 0.5 കൂട്ടണം 2.5 + √6 ബൈ 0.5. അപ്പോൾ ഇത് 2 ഭിന്നസംഖ്യകളാണ്, ഛേദം തുല്യമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി? അംശങ്ങൾ കൂട്ടിയിട്ട് പൊതുവായ ഛേദമായിട്ട് 0.5 ഇടുക. 0.5 അംശങ്ങൾ കൂട്ടുക. 2.5 മൈനസ് √6 പ്ലസ് 2.5 പ്ലസ് √6 ഹോൾ ഡിവൈഡഡ് ബൈ 0.5. ഇവിടെ കൂട്ടുമ്പോൾ മൈനസ് √6 പ്ലസ് √6 കൂടി കൂട്ടുമ്പോൾ 0 ആവും. മൈനസ് √6 പ്ലസ് √6 0 ആയി പോയി. 2 കൂട്ടിയ 5, 2 കൂട്ടിയ 5/0.5. അപ്പോൾ 5 ബൈ ഈ 0.5 എന്ന് പറഞ്ഞാൽ അരയാണ്, നമുക്കറിയാം. 0.5 പറഞ്ഞാൽ 1/2 ആണ്. അപ്പോൾ നമുക്ക് 5/1/2 ഇടാം. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? ഛേദത്തിൻ്റെ ഉൽക്രമം കൊണ്ട് ഗുണിക്കുക. അപ്പോൾ 5 × ഛേദത്തെ തിരിച്ചിട്ടു 2/1 ഗുണിക്കുമ്പോൾ 2 10 ഉത്തരം. √24 = 4.899 ആയ √8/3 വില കാണുക. നമുക്ക് കാണേണ്ടത് √8/3 വിലയാണ്. √8/3 നമുക്കിതിനെ പിരിച്ച് √8/√3 എന്ന് എഴുതാം. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത്, ഇവിടെ ഛേദം എന്താണ്? √3 അല്ലേ? ഈ ഛേദമായ √3 കൊണ്ട് അംശത്തെയും ഛേദത്തെയും ഗുണിക്കുക. ഛേദമായ √3 കൊണ്ട് അംശത്തെയും ഛേദത്തെയും ഗുണിക്കുക. അപ്പോൾ √8/√3 × √3/√3. ഇനി ഇതിലത്തെ രണ്ടിലത്തെ അംശങ്ങൾ തമ്മിൽ ഗുണിക്കുക. √8 × √3 ഗുണിക്കുമ്പോൾ √24. ഛേദങ്ങൾ ഗുണിക്കുക. √3 × √3 √9. അപ്പോൾ √24/9ൻ്റെ റൂട്ട് 3. √24/3. നമുക്ക് √24ൻ്റെ വില തന്നിട്ടുണ്ട്. √24 എത്രയാണ്? 4.899. ആ വില ഇവിടെ കൊടുക്കുകയാണ്. √24ന് പകരം 4.899/3. ഇനി ഹരിക്കുക. 4 3 ഒരു തവണ 1 3 3 ശിഷ്ടം 1. അപ്പോഴേക്ക് ദശാംശമായി ദശാംശം ഇട്ടു. ആ ശിഷ്ടം 1ഉം 8 18 6 3 18 9 339 വീണ്ടും 9 339 ഉത്തരം 1.633. √7 മൈനസ് √5 ബൈ √7 പ്ലസ് √5ൻ്റെ വില കാണുക. നമുക്ക് ഈ കണക്ക് ഒരു എളുപ്പ വഴിയിൽ ചെയ്യാം. ആദ്യം ഇതിലെ 2 സംഖ്യകളും റൂട്ട് ചിഹ്നം ഇല്ലാതെ കൂട്ടി പകുതി എടുക്കുക. ഈ 2 സംഖ്യകൾ റൂട്ട് ചിഹ്നം ഇല്ലാതെ കൂട്ടി പകുതി എടുക്കുക. 7 5 12/2 6.
അടുത്തായിട്ട് ഈ രണ്ട് സംഖ്യകളും റൂട്ട് ചിഹ്നത്തോടെ ഗുണിക്കുക. ഈ രണ്ട് സംഖ്യകൾ റൂട്ട് ചിഹ്നത്തോടെ ഗുണിക്കുക. √7 × √5 √35. അടുത്തായിട്ട് ഈ രണ്ട് സംഖ്യകളും റൂട്ട് ചിഹ്നം ഇല്ലാണ്ട് കുറച്ചിട്ട് പതിയെടുക്കുക. ഈ രണ്ട് സംഖ്യകൾ റൂട്ട് ചിഹ്നം ഇല്ലാതെ കുറച്ചിട്ട് പതിയെടുക്കുക. അപ്പോൾ 7 - 5 / 2 7 × 5 = 2 / 2 1. അപ്പോൾ ആദ്യം നമ്മൾ ഈ രണ്ട് സംഖ്യകൾ റൂട്ട് ചിഹ്നം ഇല്ലാതെ കൂട്ടി പകുതി എടുക്കുന്നു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഈ രണ്ട് സംഖ്യകളും കൂടി റൂട്ട് ചിഹ്നം ഇല്ലാണ്ട് കുറച്ചിട്ട് പകുതി എടുക്കുന്നു. ഇടയിലോ ഈ രണ്ട് സംഖ്യകളും റൂട്ട് ചിഹ്നത്തോടെ ഗുണിക്കുന്നു. അപ്പോൾ നമുക്ക് 3 ഉത്തരം കിട്ടി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമത്തെ ഉത്തരത്തിൽ നിന്ന് രണ്ടാമത്തെ ഉത്തരം കുറച്ച് മൂന്നാമത്തെ ഉത്തരം കൊണ്ട് ഹരിക്കുക. ഇവിടെ ഈ ചിഹ്നം ഇവിടെ മൈനസ് വരാൻ കാരണം ഇവിടെ അംശത്തിൽ ചിഹ്നം മൈനസാണ്. ഈ അംശത്തിലത്തെ ചിഹ്നം പ്ലസ് ആണെങ്കിൽ നമ്മൾ ഇവിടെ പ്ലസ് ആക്കി ഇടണം കണക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ ഇതിൽ വില കൊടുക്കുമ്പോൾ ഒന്നാമത്തെ ഉത്തരം എന്താ 6 കുറയ്ക്കണം. രണ്ടാമത്തെ ഉത്തരം എന്താ √35 മൂന്നാമത്തെ ഉത്തരം 1. 1 കൊണ്ട് ഹരിക്കുമ്പോൾ മാറ്റമില്ല. അപ്പോൾ ഉത്തരം 6 - √35.